ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ രൂപപ്പെടുന്ന ഒന്നാണ് ക്രിസ്മസിലെ അനുഭവങ്ങളൊക്കെ. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ കൈപിടിച്ച് പാതിരാത്രി കുർബാന കാണാൻ വേണ്ടി പോയ നിമിഷങ്ങളൊക്കെ ഈ ക്രിസ്മസ് ദിനത്തിലും ഓർമ്മയിൽ ഉയർന്നു വരുന്നുണ്ട്. പള്ളിയിലെ ഓൾട്ടർ ബോയ് ആയിട്ട് ക്രിസ്മസ് ശുശ്രൂഷകളിലൊക്കെ ചേർന്നിട്ടുള്ള നിമിഷങ്ങളുമൊക്കെ ഇന്നും ഈ 62 വയസ്സിൽ നിൽക്കുന്ന എൻ്റെ ഓർമ്മയിൽ നല്ല ഒരു എനർജി, ഒരാവേശം പ്രദാനം ചെയ്യുന്നതാണ്. തുടർന്നിങ്ങോട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ വിവിധ മേഖലകളിൽ ബോംബെയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുമൊക്കെ സുഹൃത്തുക്കളുമായിട്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ, സംഘടനകളിലെ പ്രവർത്തനങ്ങൾ, കരോളുകൾ ഇവയെല്ലാം ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പുത്തൻ ഒരു അനുഭൂതി, ആവേശം ജ്വലിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന ഒരു ഭാഗം എൻ്റെ ജീവിതത്തിൽ 10 വർഷക്കാലം 1990 മുതൽ 2000 വരെയുള്ള സൗദി അറേബ്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങളാണ്. ആ കാലഘട്ടത്തിൽ സൗദിയിൽ ക്രിസ്തീയ വിശ്വാസം പങ്കുവയ്ക്കുന്നതിനും ക്രിസ്തീയ ആചാര അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നതിനും ഒത്തിരിയേറെ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഉള്ള കാലഘട്ടത്തിലൂടെയാണ് സൗദിയിൽ ഈശോയുടെ സുവിശേഷം പങ്കുവെച്ചുകൊണ്ടും കൂട്ടായ്മ ജീവിതം നയിച്ചുകൊണ്ടുമൊക്കെ ഞങ്ങൾ ഒരുപിടി ആളുകൾ പ്രവർത്തിച്ചിരുന്നത്. വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ക്രൈസ്തവ മൂല്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അരൂപി നിറഞ്ഞ പങ്കുവെക്കലുകൾക്ക് ഈ ഒരു പതിറ്റാണ്ട് കാലം 1990 തൊട്ട് 2000 വർഷങ്ങൾ വരെയുള്ള കാലഘട്ടത്തിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളാണ് ഇന്നും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ച് വളരെ നിയന്ത്രണങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് അവിടെ ക്രിസ്തീയ പ്രവർത്തനങ്ങൾ രഹസ്യമായിട്ട് ഞങ്ങൾ ചെയ്തത്. പല കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നു ഒരു വീട്ടിൽ. അത് വരുന്നതാകട്ടെ 10-20 പേര് ഒരുമിച്ച് വരുന്ന സാഹചര്യവുമില്ല. ഒരു വീട്ടുകാരാണ് ആദ്യം. ഇന്ന് ഞങ്ങളൊരു രാത്രി 10 മണിക്കാണ് ഒരുമിച്ച് കൂടുന്നതെങ്കിൽ 6 മണിയാകുമ്പോഴത്തേന് ഒരു വീട്ടുകാർ വരും അടുത്ത ഷോപ്പിംഗ് സെൻറ്ററിൽ. അവിടെ ഞാൻ പോയി അവരെ പിക്കപ്പ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ 6 മണിക്കൊരു കൂട്ടർ വരുന്നു, 6:15 ഒരു കൂട്ടർ വരുന്നു, 7 മണിക്കൊരു കൂട്ടർ വരുന്നു. അങ്ങനെ വിവിധ സമയങ്ങളിലായിട്ട് ഞങ്ങൾ ഒത്തുചേർന്ന് വീട്ടിൽ ഒത്തുചേരുമ്പോഴും അതിനും വ്യത്യാസമുണ്ട്. വീടിൻ്റെ ഭിത്തിയിൽ എപ്പോഴും എൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ തോരണങ്ങൾ ഞങ്ങൾ ഒരിക്കൽ കെട്ടിയത് 1 വർഷം വരെയാണ് നിലനിർത്തുന്നത്. കാരണം അതൊരു ബർത്ത്ഡേ പാർട്ടിയാണ് എന്നുള്ളത് ആ രീതിയിലാണ് ഞങ്ങൾ ക്രമീകരിച്ചിരുന്നത്. 12 പേരിൽ കൂടുതൽ ഒരു വീട്ടിൽ സമ്മേളിക്കുവാൻ അനുവാദമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് 10-50 പേര് ഈ രീതിയിലുള്ള ബർത്ത്ഡേ പാർട്ടിയുടെ രൂപത്തിൽ കൂട്ടായ്മയാളായിട്ട് ക്രിസ്മസ് ആഘോഷങ്ങളിലും പ്രാർത്ഥനയ്ക്കുമൊക്കെ വന്നു ചേർന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ വന്നു ചേർന്ന് കഴിഞ്ഞാലോ വീടിന് മുമ്പിൽ എൻ്റെ ഒരു കാർ മാത്രമേ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കൂടുതൽ വണ്ടികൾ അവിടെ വന്നു കഴിഞ്ഞാൽ അന്വേഷണങ്ങളാവും. വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്ഥലത്ത് വരുന്ന ചെരുപ്പുകൾ പോലും ഒരു ചാക്കിൽ കെട്ടി ഞങ്ങൾ ഉള്ളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ അവിടെ വന്നെന്നുള്ളത് വരരുത്. അതേസമയം ഈ എയർ ടൈറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വീട്ടിലുള്ള അകത്തുള്ള ശബ്ദങ്ങൾ പുറത്തു പോകാത്ത സാഹചര്യവും ദൈവകൃപയാലുണ്ട്. അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക, ക്രിസ്മസ് കരോളുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പല വീടുകളിലേക്കും പോയി അതെല്ലാം ഒരു രഹസ്യ സ്വഭാവത്തിലാണ്. അതേസമയം കരോൾ മത്സരങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നടത്തിയത് മരുഭൂമിയിൽ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയം മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ വാടകയ്ക്ക് എടുത്തതിന് ശേഷം നടത്തിയ കരോൾ മത്സരങ്ങളുണ്ട്. വളരെ ആവേശം, വളരെ ജീവനായിരുന്നു അന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ. കാരണം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സഭയുടെ ഒരു ചിത്രമാണ് സൗദി അറേബ്യയിലെ 90കളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിന് വലിയ ആവേശമായിരുന്നു. അതിലും വലിയൊരു കാര്യവും ആ ആവേശത്തിൽ മരുഭൂമിയിലെ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന വിടുതലുകൾ അത് ലോകത്ത് എവിടെ പോയി പ്രാർത്ഥിച്ചാലും കിട്ടത്തില്ലെന്നുള്ളത് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയെന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. പങ്കുവയ്ക്കുന്ന വിഷയങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന സമൂഹം, വൈദികരില്ല,
അപൂർവമായിട്ടൊരു വൈദികനെ ആ സമയം മറ്റ് എംബസി വഴിയെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് രാത്രി 12 മണിക്കോ 1 മണിക്കോ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഉള്ള പ്രാർത്ഥനയ്ക്കുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ പ്രതിസന്ധികളിലൂടെയും ആണെങ്കിൽ പോലും നിരോധനങ്ങളും നിയന്ത്രണങ്ങളും ഒട്ടേറെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തന്നെ അവിടങ്ങളിൽ പോലും ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി വലിയ ആത്മാർത്ഥതയോടുകൂടി വരുന്ന വിശ്വാസി സമൂഹത്തെ നമുക്ക് കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് കേരളത്തിനുള്ള സഭാമക്കളെ കാണുവാൻ സാധിച്ചു, ഉൾക്കൊള്ളാൻ സാധിച്ചു, അവരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ഭാഗ്യം 1990 മുതൽ 2000 വരെയുള്ള ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ക്രിസ്തീയമായിട്ടുള്ള ചടങ്ങുകളും പ്രത്യേകിച്ച് ക്രിസ്മസ് ആഘോഷങ്ങളും ഉണ്ണീശ്വര തിരുപ്പിറവിയും ഒക്കെ ഈ നാടിൻ്റെതായ പരിശുദ്ധിയൊക്കെ നിലനിർത്തിക്കൊണ്ട് അതിലും ഉപരിയായിട്ടുള്ള ആത്മീയതയിൽ നിറഞ്ഞു നിന്ന് പ്രകാശിച്ച് നടത്തുവാനുള്ള ഭാഗ്യം ഉണ്ടായതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് സാക്ഷ്യം, ക്രിസ്മസ് അനുഭവമായിട്ട് എനിക്ക് വേദ്യമാകുന്നത്. പല പ്രതിസന്ധികളും ഉണ്ടാകുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെതായ നിയന്ത്രണങ്ങൾ വേറെ, അവിടെയുള്ള വിശ്വാസത്തിൻ്റെതായ പരീക്ഷണങ്ങൾ വേറെ. എന്നിരുന്നാൽ തന്നെയും അതിനൊക്കെ അതിജീവിച്ചുള്ള ക്രിസ്മസ് ആഘോഷങ്ങൾ സൗദി അറേബ്യ പോലെയുള്ള മരുഭൂമിയിലെ മണ്ണിൽ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചതും കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാസി സമൂഹത്തിന് വലിയൊരു ഐക്യനിരയെ തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചതുമൊക്കെ ക്രിസ്മസിൻ്റെ ഇന്നത്തെ ഈ സമയത്ത് വലിയ അനുഭൂതിയായിട്ട്, വലിയ ചിന്തയായിട്ട്, വലിയ ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഞാൻ പങ്കുവച്ചത്.